ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് ആട്ടോ. ഈവനിങ് എന്ന് വെച്ചാൽ ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു നൈറ്റ് റുട്ടീൻ എന്നൊക്കെ പറയാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇന്നത്തെ എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കുന്ന കറി എന്തെന്ന് വെച്ചാൽ പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ആരൊക്കെ പരീക്ഷ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനൊരു കറി പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പൊട്ടറ്റോ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ട് അത് നമ്മളൊന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് പുഴുങ്ങുന്ന സമയത്ത് എളുപ്പം അത് നമുക്ക് പുഴുങ്ങി കിട്ടുമെന്നൊരു വിശ്വാസത്തിലാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. മാക്സിമം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളത്. കുക്കറിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ പുഴുങ്ങുമ്പോഴാണ് നല്ലതെന്ന് കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ഉള്ളി, അതുപോലെ തന്നെ 2 തക്കാളി, അതുപോലെ നമ്മുടെ ഈ ഉള്ളിയുടെ ഇലയില്ലേ, സ്പ്രിംഗ് ഒനിയൻ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനടുത്ത് ഉള്ളതുകൊണ്ട് ചേർത്താണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കമ്പൽസറി ആയിട്ട് നമുക്ക് വേണമെന്നില്ല. വെജിറ്റബിൾസ് ഏതും ആവാം. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഇന്ന വെജിറ്റബിൾസേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഞാൻ നാട്ടിലുള്ളപ്പോഴായിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്കത് പച്ചക്കറികളൊക്കെ ചീത്തയായി പോകുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ വെജിറ്റബിൾസ് വെച്ചിട്ട് എങ്ങനെ ഒരു 3-4 ദിവസം നമ്മൾ കഴിച്ച് കൂട്ടാം എന്നുള്ള ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തട്ടിക്കൂട്ട് കറിയാണെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അല്ലറ ചില്ലറ കറികളൊന്നും ആൾക്ക് അജൂട്ടിന് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല കേട്ടോ. ടേസ്റ്റ് ഇഷ്ടപ്പെടുമെങ്കിലും ആൾക്ക് ചില കറികൾ പുതിയതായി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആളത്രയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാത്ത ആളാണ്. പക്ഷെ ആൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കറി. പിന്നെ നമ്മൾ ചിലപ്പോൾ കാണുന്നവർ പറയുമായിരിക്കാം, മേ ബി ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ, പാൽപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആരെങ്കിലും കറി ഉണ്ടാക്കുമോ, അത്രയൊക്കെ പൈസ വേസ്റ്റ് ചെയ്യണോ, നിങ്ങൾക്ക് പാൽപ്പൊടി തന്നെ അല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും പാൽപ്പൊടി ഉണ്ടാവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പാൽപ്പൊടി തന്നെ വേണമെന്നില്ല. പാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കേണ്ടത്. പക്ഷേ പാൽ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടി യൂസ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാലുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പാൽ തന്നെയാണ്. നമുക്ക് ഹെൽത്തിനും നല്ലതാണ്, നല്ല ടേസ്റ്റിയും ആയിട്ടുണ്ടാവും, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പാൽപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ. പാലെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകണം ഞാൻ പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ കുറച്ച് പാല് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇത് കൂടുതൽ ഇനി നാട്ടിൽ പോകുന്നവരെ പാല് ചോദിക്കരുത് എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ പാലൊഴിക്കാതിരുന്നത്. അത് മാത്രമല്ല, പാല് നമ്മുടെ ഉള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലത്തേക്ക് ചായക്കുള്ള കുറച്ച് പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രീസറിലാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു പാക്കറ്റ് 1 ലിറ്ററിൻ്റെ പാലുണ്ടായിരുന്നത്. അതെടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വെളിയിൽ വെച്ചാലും ഐസ് പോയി പിന്നെ ചൂടാക്കി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സമയമില്ല, നമുക്ക് നല്ല പാട കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള സമയവും എനിക്കുണ്ടായിരുന്നില്ല. ഓൾറെഡി രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഞാൻ എന്നിട്ട് സ്പ്രിംഗ് ഒനിയനും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ അത് ഉള്ളിയല്ല, അതൊക്കെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ രാജ്മയില്ലേ, രാജ്മ നമ്മൾ ഒരു പയറുവർഗ്ഗമാണ് കേട്ടോ. നാട്ടിലെന്താ പറയുന്നത് എനിക്കും അത്ര അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാജ്മയും നമ്മളൊന്ന് കുതിരാനിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് അത് കുതിർന്ന് കിട്ടും. അപ്പോൾ വേവാൻ എളുപ്പമാണ്. നമുക്ക് രാവിലെ നേരത്തെ ഫുഡ് ആവണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഹൽവ ബാക്കി വന്നത്, ആ ക്യാരറ്റ് ഹൽവയും കൂടെ നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് പാന് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത്, അയ്യോ പാൽപ്പൊടി പാലൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർഭാടമാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട 90% ആൾക്കാരുടെ വീട്ടിലും നമ്മൾ ചായ കുടിക്കാതിരിക്കുന്നവരാരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം കാണുന്നവർ ചിലപ്പോൾ പറയും നിൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണോ അതോ ആരുടെങ്കിലും ചാനൽ കണ്ടിട്ടുള്ള കണ്ടുപിടുത്തമാണോ, അങ്ങനെ ചില ആൾക്കാർക്ക് തോന്നാം കേട്ടോ. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും ഞാനും പറയണില്ല കേട്ടോ. അതായത് ചില ചാനലുകൾ നമ്മൾ കാണുമ്പോൾ, എസ്പെഷ്യലി ചില ചാനലുകളിൽ കാണുമ്പോൾ നമുക്ക് അറിയാം. അതായത് നമ്മൾ പണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ മസാലയുടെയൊക്കെ കൂടെ നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വയറ്റിന് കേടാണോ എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ചില ചാനലുകൾ കണ്ടപ്പോൾ അത് മനസ്സിലായി അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇല്ല എന്ന്. പിന്നെ പേഴ്സണലി നമ്മൾ പനീറിൻ്റെ ഒരു മിക്സ് വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ടു ഈറ്റ് മിക്സാണ് വരുന്നത്. അത് കുറച്ച് പൗഡറാണ്. ആ പൗഡർ നമ്മൾ മിക്സ് ചെയ്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണം കേട്ടോ. അത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ പൊതുവേ ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്കുള്ള അതിനകത്ത് നമ്മൾ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ.
മെത്തേഡ് അതടക്കം പാൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ലോകമെമ്പാടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ പാൽ ചേർക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായല്ലോ. എല്ലാ മസാലയും ചേരുന്ന, എല്ലാവിധ മസാലകളും ചേരുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ടും പാൽ ചേർക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമില്ലല്ലോ. അതായത് ഹെൽത്തിന് ദോഷമില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ പാല് ചേർക്കണം, അയ്യോ പാല് ചായക്ക് എടുക്കാൻ ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മൾ കറികൾ ഉണ്ടാക്കാനൊക്കെ പാല് യൂസ് ചെയ്യുന്നു, ദൂർത്താണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഫുള്ള് പാലുണ്ടാക്കണമെന്നൊന്നും പറയണില്ല. പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് പാലില്ലാത്തതുകൊണ്ട് നമ്മൾ പാൽപ്പൊടി ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ളവരെ പേടിച്ചിട്ട് നമുക്ക് ആർഭാടായിട്ടുള്ള ജീവിതമൊന്നും നമ്മൾ ജീവിക്കുന്നില്ല. നമ്മുടെ ഉള്ള സംഭവങ്ങൾ കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതൊന്നും ആർഭാടായിട്ടുള്ള കറികളോ കാര്യങ്ങളോ ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. പിന്നെ മറ്റുള്ളവരെ പേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് എന്നും ഒരേ രുചി കൊടുക്കാണ്ട് കുറച്ച് വെറൈറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അയ്യോ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അയ്യോ ഇത് കാണുന്നവരെന്ത് വിചാരിക്കും, നമ്മുടെ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വെളിയിൽ നിന്ന് ഡെയിലി ഫുഡ് കഴിക്കണു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ഒരു എന്താ പറയുക ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കണോ ഉണ്ടാക്കണോ എന്നൊക്കെ ആണെങ്കിൽ ശരിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ദൂർത്താണ്, ആർഭാടാണെന്നൊക്കെ പറയാം. ഇതൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. തക്കാളി, ഉള്ളി, അത് അത്തരം സംഭവങ്ങളൊക്കെ ആരുടെ വീട്ടിലാണ് ഇല്ലാണ്ടിരിക്കുക, എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ എന്തായാലും കഥ പറഞ്ഞത് നമ്മുടെ റെസിപ്പി മറന്നുപോയി. അപ്പോൾ നമ്മൾ എന്തായാലും അതിൽ പാന് വെച്ചിട്ട് പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, അതിൽ ജീരകം ഇട്ട് ചൂടാക്കി. അത് ഞാൻ പെരിഞ്ജീരകം ഇട്ടത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെരിഞ്ജീരകം ഇട്ടതുകൊണ്ട്. അതിലേക്ക് ഉള്ളി, തക്കാളി, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്തു, നന്നായി സോഫ്റ്റ് ആക്കിയെടുത്തു. അത് സോഫ്റ്റ് ആയ ശേഷം നമ്മളിതിലേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ തൊലി കളഞ്ഞ് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്മാഷ് ചെയ്ത പൊട്ടറ്റോയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ബൗളിൽ കുറച്ച് നമ്മുടെ പാൽപ്പൊടി എടുത്തിട്ട് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചാലും മതി കേട്ടോ. എന്നാലും നന്നായിട്ട് കട്ട കൂത്താതെ വരുള്ളൂ. ഒരു 2 സ്പൂണ് പാൽപ്പൊടി മതിയാവും. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട്, ഇത് ഞാൻ ലിക്വിഡായിട്ടുള്ള സബ്ജിയല്ല കേട്ടോ, കറിയല്ല കേട്ടോ ഉണ്ടാക്കണത്, അതായത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കണത്. അപ്പോൾ അത് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി പാൽപ്പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാൽപ്പൊടിക്ക് ഉള്ളിൽ നമ്മൾ കുറച്ച് ഒരു 2 സ്പൂണ് പാൽപ്പൊടി എടുത്ത് 2-3 സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയുടച്ചെടുക്കുക. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പശുവും പാലുണ്ടെങ്കിൽ പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ റിച്ച് ആയിട്ട് ചെയ്യുന്നവർക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒഴിച്ച് നമ്മളിതിൽ ഏതാ വേണ്ട വെച്ചാൽ അത് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങൾക്കോ ലഞ്ചിനോ ഡിന്നറിനോ ഏതിന് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ആ പാലിൻ്റെ അല്ലെങ്കിൽ പാൽപ്പൊടിയുടെ ടേസ്റ്റും അതേപോലെ ആ വലിയ ജീരകമില്ലേ പെരുംജീരകത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണേ. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിച്ച് ടേസ്റ്റിന് ചീസ് വേണ്ടവർക്ക് ചീസും ചേർത്ത് കൊടുക്കാം കേട്ടോ. റിച്ചായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് റിച്ച് ടേസ്റ്റൊന്നും വേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പിന്നെ റൈസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി ഉച്ചയ്ക്കലത്തെ റൈസ് ഉണ്ടായിരുന്നു. നമുക്ക് സാധാരണ നമ്മുടെ ബോയിൽഡ് റൈസിൻ്റെ ചോറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്ലെയിൻ ചോറ് അതും കൂടെ ആകുമ്പോൾ അത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് വെളുത്തുള്ളി ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെളുത്തുള്ളി ചോറ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഗാർലിക് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ റെസിപ്പി കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഷോർട്സിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് മാത്രം. അതായത് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഇട്ടിട്ട് അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യാണ് യൂസ് ചെയ്യണത്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൽ ഒരു സവാളയോ അല്ലെങ്കിൽ ഒരു പകുതി സവാളയോ നമ്മൾ അത് എത്ര ചോറുണ്ട് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എത്ര വേണം അത്രയും നമ്മളൊരു പകുതി അല്ലെങ്കിൽ ഹാഫ് സവാള അല്ലെങ്കിൽ ഒരു ഫുൾ സവാള എടുത്തിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക്
നമ്മുടെ ചോറിട്ട് കൊടുക്കുക, ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷോർട്സിലിട്ടിരിക്കുന്ന നമ്മുടെ എന്താ പറയുക, ഈ റൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ചോറ് വെച്ചിട്ടുള്ളതല്ല കേട്ടോ. ഡയറക്റ്റ് നമ്മൾ പാത്രത്തിൽ ഒരുമിച്ച് ഉണ്ടാക്കുന്ന റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചോറ് വെച്ച് ശേഷം ഉണ്ടാക്കുന്ന ഗാർലിക് റൈസ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള പഴയ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റ് ആക്കാതെ ഗാർലിക് റൈസ് ആക്കി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് കേട്ടോ. അപ്പം നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസും നമ്മുടെ ആ ഒരു കറിയും പപ്പടം ചുട്ടതുമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയണത്. സിമ്പിളായിട്ടുള്ള ഡിന്നറായിരുന്നു. കാരണം അജുട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 10 മണിയൊക്കെ വരെ ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ ആൾ 10-11 മണിയൊക്കെ ആവും വരുമ്പോൾ. 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് ഞാൻ ആദ്യക്കുട്ടിന് നല്ല കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അവനെ ഫുഡ് കൊടുത്തിട്ട് അവനെ കിടത്തി ഉറക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവൻ അജുട്ടൻ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ അവനെ പതുക്കെ വിളിച്ച് ചോറൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി. അപ്പോൾ അതിന് മുന്നേ ഞാൻ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ രാജ്മ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ അജുട്ടൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾക്ക് ഉച്ചയ്ക്കലത്തെ ഷിഫ്റ്റാണെന്നാണ് കേട്ടോ. പിന്നെയാണ് പറഞ്ഞത് അല്ല രാവിലെ നേരത്തെ മോർണിംഗ് ഷിഫ്റ്റാണ്, 7 o'clock ഷിഫ്റ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേഗം പിറ്റേ ദിവസത്തേക്ക് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചു. സാധാ ലെവലിലാണെങ്കിൽ രാജ്മയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും വ്രതം നടക്കണതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഉള്ളി വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഡബ്ബയ്ക്കകത്താക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പണി എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ രാജ്മയാണെങ്കിലും എല്ലാം നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിനാണ് ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടത്, സപ്പോസ് വേവാൻ സമയം എടുത്താലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ആദ്യം ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം അവനെ വിളിച്ചിട്ട് അവന് ഫുഡ് കൊടുത്തു. അവൻ ഉറങ്ങി. പിന്നെ അജുട്ടൻ വന്നു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ നൈറ്റ് റുട്ടീൻ എന്ന് പറയുന്നത് ഇന്നത്തെ. പിന്നെ നമ്മൾ അജുട്ടൻ വരുന്നതിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ പോകുന്നതിന് മുന്നേ വരയ്ക്കുള്ള വേണ്ട കുറച്ച് വെളുത്തുള്ളി ഞാൻ തൊലിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെളുത്തുള്ളി കുറച്ച് നമ്മൾ തൊലിച്ച് വെച്ചു. അത്യാവശ്യം നാട്ടിൽ പോകേണ്ട മുന്നേ വരെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കുള്ള കുറച്ച് വെളുത്തുള്ളി ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ, വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.